നിമിഷപ്രിയയുടെ മോചനത്തിനായി നിമിഷപ്രിയയെ സ്നേഹിക്കുന്നവർ മുഴുവൻ കാത്തിരിക്കുകയാണ്. ഇനി രണ്ടേ ദിവസം മാത്രമാണ്. ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയെ രക്ഷിക്കുവാനുള്ള, മോചിപ്പിക്കുവാനുള്ള, വധശിക്ഷ ഒഴിവാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കം, കേന്ദ്രമടക്കം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, AP കാന്തപുരം അബൂബക്കർ, അദ്ദേഹം തലാലിന്റെ യമൻ പൗരനായ നിമിഷപ്രിയ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന യമൻ പൗരനായ തലാലിന്റെ സഹോദരനുമായി അദ്ദേഹം സംസാരിച്ചു. ആ സംസാരം വളരെ നിർണായകമായിരുന്നു എന്നൊക്കെയുള്ള, അതുവഴി ചില പ്രതീക്ഷകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ദയാധനം അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടാതെ അവസാന നിമിഷം വരെ ആ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവും, കേരളം മുഴുവൻ, ലോകത്തിലുള്ള നിമിഷപ്രിയയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും. ദയാധനം എന്ന് പറയുന്നത് 10 ലക്ഷം മില്യൺ ഡോളർ ഇപ്പോൾ ആവശ്യപ്പെട്ടാൽ, അതായത് 8.5 കോടി രൂപ അവർ ആവശ്യപ്പെട്ടാൽ, നമ്മുടെ 8.5 കോടി രൂപ 10 മില്യൺ ഡോളറാണ്. അത് ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും 2017 നിമിഷപ്രിയ ജയിലിലാവുന്നു. 2018 നിമിഷപ്രിയയുടെ വധശിക്ഷ എന്താ പറയുക, ശരിവെക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോ ഈ 16-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ വീണ്ടും നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നതിന് ശേഷമാണ് ബോച്ച അടക്കം രംഗത്തെത്തുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി തന്റെ വക 1 കോടി രൂപ നൽകാം, എങ്ങനെയും നിമിഷപ്രിയയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തുന്നത്. ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നത് ജനകീയ മുഖ്യമന്ത്രിയായ വിടവാങ്ങിയ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് നിമിഷപ്രിയയ്ക്കൊപ്പമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന സമയത്ത്, ശബ്ദം പോലും പുറത്തു വരാതിരിക്കുന്ന സമയത്തും അദ്ദേഹം കേന്ദ്രവുമായി സംസാരിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തെ കുറിച്ചാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളിൽ അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നത് നിമിഷപ്രിയയുടെ മോചനം നടപ്പാക്കണം എന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ വധശിക്ഷ സ്ഥിരീകരണം വന്നപ്പോൾ അത് 16-ാം തീയതി നടപ്പാക്കണം എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിന്റെ അമ്മയും ഗവർണർ ആർലേക്കറെ കാണുന്നു. ആർലേക്കർ ഉടൻ തന്നെ കൃത്യമായി അത് കേന്ദ്രത്തെ അറിയിക്കുന്നു. കേന്ദ്രവുമായി നിർണായകമായ ചർച്ചകൾ നടത്തുന്നു. കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുദ്രവച്ച കവറിൽ കോടതിയെ അറിയിക്കും. എന്ത് ഇടപെടലിനും ഞങ്ങൾ തയ്യാറാണ്. ഏത് തരത്തിലും ഒരു നയതന്ത്ര ബന്ധം യമനുമായി ഇന്ത്യക്കില്ലെങ്കിൽ പോലും ഇറാനുമായി ഉള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ഇവിടെ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കും. ഏതറ്റം വരെയും പോയി നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തയച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ആ കത്തയച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ചെയ്യാവുന്നതെല്ലാം ചെയ്യാൻ ഒപ്പമുണ്ടാകണം, നിങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് പോയിരിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയ ജയിൽ മോചിതയാകാൻ കാത്തിരിക്കുന്ന ഒരു മകളുണ്ട്. 5 വർഷമായി ആ മകൾ അമ്മയെ കാണാതെ ഇരിക്കുകയാണ്. അമ്മ ചെയ്ത തെറ്റെന്താണ്, എന്തിനാണ് അമ്മ ജയിലിൽ കിടക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ ആ കുഞ്ഞിന് അറിയാൻ അതിനുള്ള പ്രായം അതിനായോ എന്ന് ചോദിച്ചാൽ എല്ലാം അറിയാവുന്ന പ്രായമായെങ്കിലും തൻ്റെ അമ്മ ഇത് ചെയ്യുമോ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടാകില്ല. കാരണം തലാൽ എന്ന് പറയുന്ന യമൻ പൗരൻ നിമിഷപ്രിയയുമായി നിമിഷപ്രിയ ഒരു ക്ലിനിക്കിൽ നിൽക്കുന്നു. സ്വന്തമായ ഒരു ക്ലിനിക്ക് ഇടണം യമനിൽ എന്നവർ ആഗ്രഹിക്കുന്നു. അവിടെ ക്ലിനിക്ക് ഇടണമെങ്കിൽ യമൻ പൗരനായ ഒരാളുടെ സ്പോൺസർഷിപ്പ് വേണം. അങ്ങനെയാണ് ഈ തലാലുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. തലാൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. നിമിഷപ്രിയയുടെ കുടുംബവുമായി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് തലാലിനെ വിശ്വാസമാണ്. തലാലിന്റെ ഫാമിലിയുമായൊക്കെ നല്ല അടുത്ത ബന്ധമുണ്ട് നിമിഷപ്രിയയ്ക്ക്. അങ്ങനെ തലാൽ സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നത്, പക്ഷെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, വിവാഹം കഴിക്കണം. അങ്ങനെ വിവാഹം കഴിച്ചാൽ മാത്രമേ സ്പോൺസർഷിപ്പ് നൽകൂ. വിവാഹം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം തനിക്കറിയാവുന്ന ഫാമിലിയാണ്. അത് സ്പോൺസർഷിപ്പ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നീട് അത് മാറ്റാമല്ലോ എന്നൊക്കെയുള്ള ഒരു
ചിന്തയിൽ വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം തലാലിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറുന്നു. ഇയാൾ ഒരു അധികാരം കാണിക്കുന്നു. ഇയാൾ ശാരീരികമായും മാനസികമായും നിമിഷപ്രിയയെ വലിയ തരത്തിൽ ഉപദ്രവിക്കുന്നു. മാനസികമായി തളരുന്ന നിമിഷപ്രിയ എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടണം. ഇനി ജീവിതത്തിൽ കടങ്ങളൊന്നും തീർന്നില്ലെങ്കിലും തൻ്റെ മകളോടൊപ്പം ഭർത്താവിനോടൊപ്പം നാട്ടിൽ പോയി സ്വസ്ഥമായി ജീവിക്കണം. ചെറിയ എന്തെങ്കിലും ജോലി ചെയ്തായാലും കടങ്ങൾ വീട്ടാം. ഇവിടെ കിടന്ന് ഇങ്ങനെ മാനസികമായി തകരാൻ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. അത് തൻ്റെ സുഹൃത്തായ ഫിലിപ്പീനിയൻ സ്വദേശിയോട് പറയുന്നു. രണ്ടുപേരും കൂടെ ചേർന്ന് ഈ തലാലിന് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നു. പിന്നീട് ഇവർ വിശ്വസിക്കുന്നത് തലാൽ മരിച്ചു എന്നാണ്. പിന്നീട് വരുന്ന കഥകൾ തലാലിനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു അതായത് പ്ലാസ്റ്റിക് കവറിൽ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു. അതിനുശേഷം നിമിഷപ്രിയ അവിടെ നിന്ന് കടക്കുന്നു, മറ്റൊരു ആശുപത്രിയിലേക്ക് പോകുന്നു. ആ ക്ലിനിക്കിലെ ഓണർ ഇത് പോലീസിൽ അറിയിക്കുന്നു. തലാലിനെ കാണാനില്ല എന്ന് പറഞ്ഞ് തലാലിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നു. ആ പരാതി പിന്നെ ഈ ക്ലിനിക്കൽ ഉടമ അറിയുന്നു. അയാൾ പോലീസിനെ അറിയിക്കുന്നു. അവിടെ നിന്ന് നിമിഷപ്രിയയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. ഇവിടെ തലാൽ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം തടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് പിന്നെ വെട്ടി നുറുക്കി, അല്ലെങ്കിൽ കൂടെ ഒരാൾ കൂടെ ഉണ്ടെങ്കിലും വെട്ടി നുറുക്കി കൊല്ലാനൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. ഭർത്താവിനെയൊക്കെ വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കി കൊണ്ട് നടന്ന പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച സ്ത്രീകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിമിഷപ്രിയെ പോലുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു വലിയ ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? കേന്ദ്രം ഇക്കാര്യത്തിൽ ഇറാനുമായി നമുക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ഇറാൻ പ്രസിഡന്റ് 45 മിനിറ്റോളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത്. അങ്ങനെ വലിയ ബന്ധം ഇറാനുമായി ഉണ്ട്. ഇന്ത്യ എപ്പോഴും സമാധാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് ഇറാൻ അറിയാം. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ വലിയ അടുപ്പമുണ്ടെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് പറഞ്ഞതാണ് ഇന്ത്യ. നയതന്ത്രപരമായ ബന്ധമുണ്ട് ഇറാനുമായി ഇന്ത്യക്ക്. അപ്പോൾ തീർച്ചയായും ഇറാന് വേണ്ടി നിഴലുദ്ധം ചെയ്യുന്നവരാണ് ഹൂത്തികൾ. അവരോട് ഇറാൻ സംസാരിച്ച ഒരു സന്ധി സംഭാഷണത്തിലെത്തി തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് ദയാധനം വാങ്ങാൻ അവർ തയ്യാറായാൽ തീർച്ചയായിട്ടും നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ ദിവസങ്ങളല്ല, നമുക്ക് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ മണിക്കൂറുകളൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. ആ ഓരോ സെക്കൻഡിലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു നിരപരാധിയായിരിക്കാം യമൻ സർക്കാർ തൂക്കിക്കൊല്ലാൻ പോകുന്നത്. നിമിഷപ്രിയയ്ക്ക് നമ്മുടെ ഇന്ത്യയിലെ നിയമം പോലെ അല്ല, അവിടെ ശരീഅത്ത് നിയമമാണ്. അവർ എന്തു പറയുന്നു അത് തന്നെയാണ് നിയമം. ആ രാജ്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ജയിലാണ് യമൻ ജയിൽ എന്ന് പറയുന്നത്. അവിടുത്തെ ശിക്ഷാവിധികളൊക്കെ നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെയല്ല എന്നാണ് പലരും പറയുന്നത്. അതായത് കല്ലെറിഞ്ഞ് വരെ ആളുകളെ കൊലപ്പെടുത്തുന്ന രീതി, വലിയ കല്ലുകൾ എറിഞ്ഞ് മൃഗീയമായ ആളുകളെ കൊലപ്പെടുത്തുന്ന രീതി, വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ അങ്ങനെയാണ് കൊന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വെടിവെച്ച് കൊല്ലുന്ന ഒരു രീതിയിലേക്ക് മാറി. കണ്ണ് കെട്ടി കൊണ്ടുവന്ന് ഒരു റെഡ് കാർപ്പറ്റിലേക്ക് ഇരുത്തി കുനിച്ചു നിർത്തിയിട്ട് ഈ നെഞ്ചും ബാക്ക് ഭാഗവും കൂടി ഒന്നിക്കുന്ന സ്ഥലത്ത് വെടിവെക്കുന്നു. പിന്നീട് അവർ മരണപ്പെടുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നിമിഷപ്രിയ നിരപരാധിയാണ് എന്ന് പിന്നെ തെളിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാലത്ത് തെളിഞ്ഞാൽ നമ്മുടെ സർക്കാരുകൾ അതിൽ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളൊരു പഴി അവർക്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. നിമിഷപ്രിയ ആദ്യമായിട്ടാണ് ജയിലിൽ നിന്ന് വൈകാരികമായ ഒരു അഭ്യർത്ഥന നടത്തുന്നത്. നരേന്ദ്രമോദിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ, അതുകൊണ്ട് മോദി ഇതിൽ ഇടപെടണം എന്നുള്ളത്. തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇടപെടും. ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇന്ത്യൻ സർക്കാർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യൻ സർക്കാരിന് അവരുടേതായ തീരുമാനമുണ്ടാകും. ഇക്കാര്യത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇറങ്ങുമെന്ന് തന്നെയാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.